الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പൊതുവെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, നമുക്ക് സഹായങ്ങൾ ചെയ്യുന്ന, നന്മകൾ നൽകുന്ന ആളുകളോട് നന്ദിയും സ്നേഹവുമൊക്കെയുള്ള ആളുകളായിരിക്കും. അവരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുക എന്നത് നന്ദിയുള്ള മനസ്സിൻ്റെ ഉടമകളുടെ ഒരു സ്വഭാവമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നാം വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ഒക്കെ കടപ്പെട്ടത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോടാണ് എന്നതിൽ ഒരു വിശ്വാസി സംശയിക്കുകയില്ല. കാരണം പരിപൂർണതയുടെ അഥവാ യാതൊരു ന്യൂനതകളും ഇല്ലാത്ത വിശേഷണങ്ങൾ എല്ലാം അവൻ്റേതാണ്. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ, അള്ളാഹുവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നത്, നല്ലത് പറഞ്ഞ് പ്രശംസിക്കുക എന്നത്, പ്രകീർത്തിക്കുക എന്നതൊക്കെ ഇസ്ലാമികമായി വലിയ പുണ്യവും പ്രാധാന്യവുമുള്ള സംഗതിയാണ്. അൽഹംദുലില്ലാ എന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ അധികരിപ്പിക്കുന്നുവോ അത്ര കണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കും. അള്ളാഹുവിനെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും ഒക്കെ നമുക്ക് ശരിയായ വിധത്തിൽ സാധിക്കണമെങ്കിൽ
പടച്ച റബ്ബിനെ അറിയേണ്ടതുപോലെ അറിയണം. അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അവന്റെ അഫ്ആലുകളിലൂടെ അഥവാ അവന്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആരാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത്ര കണ്ട് ആ പടച്ച റബ്ബിനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവനെ സ്തുതിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കുന്നില്ല, മനസ്സ് വരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമുക്ക് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുവാനും അതിനെ കാണുവാനുമൊക്കെ ശ്രമിക്കുന്നതിന് പകരം, സാധിക്കുന്നതിന് പകരം നമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു സംഗതി ഇല്ലായ്മയുടെ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞത്, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾക്ക് നല്ല മനസ്സ് വരണമെങ്കിൽ, മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കുവാൻ സാധിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ പല അനുഗ്രഹങ്ങളും കിട്ടാത്ത ഒട്ടേറെ ആളുകൾ നിങ്ങളുടെ പരിസരങ്ങളിലുണ്ട്. അവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങളെക്കാൾ മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു ചെറ്റക്കൂരയെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത പല ആളുകളെയും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറച്ച് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ കൈകാലുകൾക്ക് വൈകല്യങ്ങളില്ലാതെ നടന്നു പോകുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും സാധിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതി അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്ത എത്രയോ ആളുകളെ നിങ്ങൾക്ക് മുന്നിൽ കാണുവാൻ സാധിക്കും പല സന്ദർഭങ്ങളിലായി. അങ്ങനെ ഓർക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് ധാരാളം തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാനും മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കുവാനും സാധിക്കും. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ കിട്ടാത്ത ആളുകളെ കുറിച്ച് ഓർക്കുവാനും അവരെ കാണുവാനും അവരെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും ഒക്കെയാണ് നമ്മുടെ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു വെക്കേണ്ടത്. എങ്കിൽ നമ്മൾ ഒരിക്കലും പരിഭവിക്കുകയില്ല, പരാതി പറയുകയില്ല. റബ്ബ് എനിക്ക് തന്നില്ല എന്നല്ല പറയുക, റബ്ബ് തന്നിട്ട് ഞാൻ ചെയ്യേണ്ടതുപോലെ അവന് ശുക്ർ ചെയ്തിട്ടില്ല എന്ന തിരിച്ചറിവായിരിക്കും നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അൽഹംദുലില്ലാ എന്ന ആ വാക്കിന്, പടച്ച റബ്ബിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കുക എന്ന ആ ഒരു കർമ്മത്തിന് വലിയ ശ്രേഷ്ഠതകളും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കിയാൽ എത്രയോ സൂറത്തുകളുടെ തുടക്കത്തിൽ അത് കാണുവാൻ സാധിക്കും. അൽഹംദുലില്ലാ എന്ന ആ വാക്കുകൊണ്ട് തുടങ്ങുന്ന 5ഓളം സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്ത് സബ, സൂറത്ത് ഫാത്തിർ ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വേറെ പല സൂറത്തുകളിലും ആ വാക്ക് ഇടയിലൂടെ കടന്നു വരുന്ന റബ്ബിനെ സ്തുതിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ ഒരു വാക്ക് നമ്മുടെ നാവിൽ എപ്പോഴും മനസ്സറിഞ്ഞ് പറയുവാൻ സാധിക്കണം. പടച്ച റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണത് എന്നുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ കവിയായിരുന്ന ഒരു സ്വഹാബിയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതേപോലെ മറ്റൊരു സ്വഹാബിയാണ് അസ്വദ് ബിൻ സുറൈഅ എന്ന് പറയുന്ന സ്വഹാബി. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ ഉൻഷിദുക മഹാമിദ ഹമിദ്തു ബിഹാ റബ്ബി. ഞാൻ എന്റെ റബ്ബിനെ പ്രശംസിച്ചുകൊണ്ട്, ഹംദ് ചെയ്തുകൊണ്ട് സ്തുതിച്ചു പറഞ്ഞ എന്റെ കവിതകൾ, എന്റെ പദ്യങ്ങൾ അങ്ങയെ കേൾപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്. നിന്റെ റബ്ബ് അഥവാ അള്ളാഹു അവന് സ്തുതിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോ കവിതയിലൂടെയാണ് എങ്കിലും ആ ഒരു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെയും അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു എന്നർത്ഥം. അതേപോലെ നമ്മൾ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ ഒരു നാവ് നമുക്കുണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് നൽകുന്ന വലിയൊരു തൗഫീഖും സൗഭാഗ്യവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാ തംലഉൽ മീസാൻ. നാളെ പരലോകത്ത് മീസാനിൽ അത് നിറഞ്ഞു നിൽക്കുന്ന, ഖനം തൂങ്ങുന്ന വലിയ ഒരു പുണ്യകർമ്മമാണ് അൽഹംദുലില്ലാ എന്ന് പ്രയാസമില്ലാതെ നമുക്ക് ദുനിയാവിൽ വെച്ച് പറയാൻ പറ്റുന്ന ആ ഒരു വാക്ക്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ സ്തുതിയെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത്, അള്ളാഹു നമുക്ക് ജീവൻ നൽകി, കൈകാലുകൾ നൽകി, അതേപോലെ തന്നെ കണ്ണും കാതും അവയവങ്ങളുമൊക്കെ വൈകല്യങ്ങളില്ലാതെ, മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലൊക്കെ ഓർത്തോർത്ത് റബ്ബിനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മീസാനിൽ അത് വലിയ
ഖനം തൂങ്ങുന്ന പുണ്യകർമ്മമായിരിക്കുമെന്നാണ്. അതേപോലെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ തന്നെ പറഞ്ഞു വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ. ആ രണ്ട് ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളും കുറവുകളുമില്ലാത്ത എന്റെ റബ്ബ്, വൽഹംദുലില്ലാ, അവനാകുന്നു സർവ്വ പൂർണ്ണതകളും ഉള്ളത്, സർവസ്തുതിയും അവനാണ്. ആ രണ്ട് ദിക്റുകൾ തംലആനി. അതേപോലെ ആ ഹദീസിൽ തന്നെ റാവി അതിന്റെ റിപ്പോർട്ടർ സംശയിച്ചുകൊണ്ട് പറഞ്ഞു ഔ തംലഉ, അതിൽ ഓരോ ദിക്റും അത് നിറക്കുന്നതാണ് മാ ബൈന സമാഇ വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ആ സ്പേസ് മൊത്തം അത് നിറക്കുവാൻ പര്യാപ്തമാണ് ആ ഒരു ദിക്റിന്റെ മഹത്വം. പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ആ ഹംദിന് പടച്ചവൻ ഒരു ആകാരം നൽകിയിരുന്നുവെങ്കിൽ, ഒരു രൂപവും അതേപോലെ തന്നെ ഒരു സൃഷ്ടിപരമായ ഒരു രീതിയിലേക്ക് അതിനെ കോലപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുവാൻ മാത്രം കനപ്പെട്ടതാണ്, വമ്പിച്ചതാണ് അത് എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിന്റെ ഉമ്മത്തിലേക്ക് ചെന്ന് എന്റെ സലാം അവരെ നീ അറിയിക്കണം. എന്നിട്ട് പറഞ്ഞു വഅഖ്ബിർഹും, അവരോട് നീ പറഞ്ഞു കൊടുക്കണം, അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബ, സ്വർഗം എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മണ്ണുള്ള സ്ഥലമാണ്. അദ്ബത്തുൽ മാ, അതേപോലെ സ്വച്ഛമായ സുന്ദരമായ വെള്ളമുണ്ട് അവിടെ. വഅന്നഹാ ഖിആനുൻ, പക്ഷെ ഇപ്പോൾ അവിടെ മരങ്ങളില്ല, അത് ഒഴിഞ്ഞ മരമില്ലാത്ത വിജനമായ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ്. വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ആ ഒരു ലോകത്ത് സ്വർഗീയമായ വിശാലമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്കാർക്കെങ്കിലും മരം നട്ടുപിടിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗീയമായ മരം നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പടച്ചറബിനെ പ്രകീർത്തിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓരോ ദിക്റിനും അനുസരിച്ച് അവിടെ ഓരോ മരങ്ങൾ നടപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ മഹത്വങ്ങൾ എത്രയോ ഉണ്ട്. ദിക്റുകളുടെ മൊത്തത്തിലല്ല, അൽഹംദുലില്ലാഹ് എന്ന ആ പദത്തെ മാത്രം, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടുള്ള ആ സ്തുതികീർത്തനത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇനിയും ഇനിയും പറയാൻ ധാരാളമുണ്ട്. അന്നഹ മിൻ അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 വാക്കുകൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നേരത്തെ പറഞ്ഞ ആ 4 വാക്കുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്. അതിൽ അൽഹംദുലില്ലയുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, അല്ല തന്ന നാവ് കൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ആ സമയം വിനിയോഗിച്ച് നമ്മൾ പറയുമ്പോൾ വലിയൊരു പുണ്യകർമ്മമാണ്. അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ എന്നതാണ്. അപ്പൊ അതിലെന്താ പ്രാർത്ഥന? അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ നമ്മൾ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന ആ സ്തുതികീർത്തനം. അത് വാചകത്തിൽ പ്രാർത്ഥനയില്ലെങ്കിലും സ്വാഭാവികമായ അതിന്റെ തേട്ടവും താല്പര്യവും നമ്മുടെ അനുഗ്രഹങ്ങൾ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അധികരിച്ച് നിലനിന്ന് കിട്ടുവാനുള്ള തേട്ടവും ചോദ്യവും അതിലുണ്ട് എന്നാണ്. എന്തെല്ലാം ആപത്തുകളും അപകടങ്ങളും നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള സുരക്ഷ ആ ഒരു വചനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അന്നഹാ സ്വദഖത്തും മിനസ് സ്വദഖാത്ത്, അതൊരു ദാനധർമ്മമാണ്, പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വദഖ ചെയ്യാൻ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് പരാതി പറഞ്ഞ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദിക്റുകൾ അധികരിപ്പിച്ചോ എന്നാണ്. എന്നിട്ട് പറഞ്ഞു വബികുല്ലി തഹ്മീദത്തിൻ സ്വദഖ, നിങ്ങൾ ഓരോ സന്ദർഭത്തിലും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതൊക്കെയും ഒരു സദഖയായി അല്ലാഹു പരിഗണിക്കുമെന്നാണ്. ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ പ്രകീർത്തിക്കുന്ന ആ ദിക്ർ, വത്തസ്ബീഹ് വത്തഹ്ലീൽ വത്തഹ്മീദ്, ഈ പറയുന്ന ദിക്റുകളെല്ലാം അഥവാ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ യൻഅതിഫ്ന ഹൗലൽ അർശി, അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റും ആ ദിക്റുകൾ വലയം ചെയ്യുന്നുണ്ടായിരിക്കും. ലഹുന്ന ദവിയുൻ കദവിയിൻ നഹ്ൽ, തേനീച്ചകൾ ഇങ്ങനെ ശക്തമായി പറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂളക്കം, ഒരു ശബ്ദം, ഇതേപോലെ ആ ദിക്റുകൾ അങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ അതിനൊരു മുഴക്കമുണ്ട്, ഒരു ശബ്ദമുണ്ട്.
തുദക്കിറു ബിസ്വാഹിബിഹാ, അത് വിളിച്ചു പറയും അതിന്റെ ആളെ. ഇന്നാലിന്ന വ്യക്തി പടച്ചവനെ നിന്നെ പ്രശംസിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് വിക്ർ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമെന്ന്. അമാ യുഹിബ്ബു അഹദുക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമില്ലാതിരിക്കുമോ അൻ യകൂന ലഹു മൻ യുദക്കിറു ബിഹി, അള്ളാഹുവിന്റെ അടുക്കൽ, പടച്ചറബിന്റെ അർശിന്റെ അടുക്കൽ നമ്മുടെ പേര് പറഞ്ഞ് അള്ളാഹുവി നിന്റെ ഇന്നാലിന്ന അടിമ, അഥവാ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് പടച്ചറബിനോട് പറയുന്ന ആ ഒരു നന്മ നമുക്കാരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മെ സംബന്ധിച്ച് റബ്ബ് പ്രകീർത്തിക്കണം, റബ്ബിന്റെ അടുക്കൽ പ്രശംസിച്ച് പറയണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ എന്ന ദിക്ർ നമ്മൾ ധാരാളമായി അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ അർശിന്റെ അടുക്കൽ ആ പേര് പറയാൻ അത് നിമിത്തമാകും. പരലോകത്ത് വരുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ന ഖൈറ ഇബാദില്ലാഹി യൗമൽ ഖിയാമ അൽ ഹമ്മാദൂൻ, ഖിയാമത്ത് നാളിൽ പടച്ചറബിന്റെ അടിയാറുകളിൽ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ശ്രേഷ്ഠരായ ആളുകൾ അൽ ഹമ്മാദൂൻ, അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ച ആളുകളാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അറിയാതെ പറഞ്ഞുപോയ അൽഹംദുലില്ലാ അല്ല, മനസ്സറിഞ്ഞ് ബോധപൂർവം നമ്മൾ നാവ് ചലിപ്പിച്ച് പറയുന്ന അൽഹംദുലില്ലക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആ ആളുകളുടെ, അള്ളാഹുവിനെ ധാരാളമായി പ്രശംസിച്ച പ്രകീർത്തിച്ച അൽഹംദുലില്ല പറഞ്ഞ ആളുകളുടെ നേതാവായി ആര് വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ആദം സന്തതികളുടെ നേതാവായി ഖിയാമത്ത് നാളിൽ വരും. വലാ ഫഖർ, അത് ഞാനൊരു ദുരഭിമാനം പറയുന്നതല്ല. അള്ളാഹു എനിക്ക് നൽകിയ പദവി, ആദരിച്ചു നൽകിയ ആ പദവി നിങ്ങളെ അറിയിക്കുകയാണ്. വബിയദി ലിവാഉൽ ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു പതാക എന്റെ കയ്യിലേക്ക് അള്ളാഹു നൽകും. അത് അഹ്ലുസുന്നയുടെ അഖീദ, സലഫി അഖീദ അനുസരിച്ച് അത് ഏതെങ്കിലും ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല. പടച്ച റബ്ബ് അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന ആദരവിന്റെ ഒരു പതാക പരലോകത്തുണ്ടായിരിക്കുമെന്നാണ്. ലിവാ ഉൽ ഹംദ്, സ്തുതിയുടെ പതാക എന്നാണ് അതിന്റെ പേര്. വലാ ഫഖർ, അതും ഞാനൊരു ദുരഭിമാനം പറയുകയല്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. വമാ മിൻ നബിയ്യിൻ യൗമഇദിൻ ആദം ഫമൻ സിവാഹു, ഏതൊരു പ്രവാചകനും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ മറ്റ് പ്രവാചകന്മാരെല്ലാവരും ഇല്ലാ തഹ്ത ലിവാഇ, ആ കൊടിക്ക് കീഴിൽ എന്റെ ചുറ്റിലും ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന്, നായകത്വത്തിന് ചുവട്ടിൽ അണിനിരക്കാൻ സാധിക്കും. വല്ലാത്ത തൗഫീഖും സൗഭാഗ്യവുമല്ലേ. എന്തേ വേണ്ടു? അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് ഏത് സന്ദർഭത്തിലും നമുക്കത് പറയാം. പക്ഷേ പ്രത്യേകമായി റബ്ബിനെ സ്തുതിച്ചു പറയാൻ, ഹംദ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച കുറെ സന്ദർഭങ്ങളുണ്ട്. അതിനും പുറമെ നമുക്ക് നമ്മുടെ ജോലികൾക്കിടയിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റിയതാണ് അൽഹംദുലില്ലാ എന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവൻ നൽകി ഉണർത്തി എഴുന്നേൽപ്പിച്ച അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എന്ന് പറഞ്ഞാൽ ഉറക്കം ഒരു മരണമാണ്, മരണത്തിന് സമാനമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അള്ളാഹു ആത്മാക്കളെ ഏറ്റെടുക്കും എപ്പോൾ? മരിക്കുന്ന സന്ദർഭത്തിൽ. മനുഷ്യന്മാർ മരിക്കുമ്പോൾ അവരുടെ റൂഹ് അള്ളാഹു പിടിച്ചെടുക്കും. മരിച്ചു പോകാത്തവയെ അവർ ഉറങ്ങുന്ന സമയത്തും ആ അള്ളാഹു റൂഹ് പിടിച്ചെടുക്കുന്നുണ്ട് എന്ന്. എന്നാൽ മരണം വിധിച്ചിട്ടില്ലാത്തവയെ ആ റൂഹ് തിരിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ റൂഹ് തിരിച്ചു തന്ന് രാവിലെ നമ്മൾ ഒരു മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിശ്വാസിയുടെ സുബഹി ഒരു ദിവസം തുടങ്ങുന്നത്. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ട്? അതൊരു യാന്ത്രികമായ പറച്ചിലിനപ്പുറം എനിക്കൊരു ജീവിതം നൽകിയ അള്ളാഹുവേ വ ഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് ഞങ്ങളുടെ തിരിച്ചുപോക്ക് എന്ന് മനസ്സിലാക്കി ഉരുവിടുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ആ ദിവസത്തിൽ തന്നെ ധാരാളം ഖൈറുകളും ബറക്കത്തുകളും ഉണ്ട്. ഇനി രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫ്രഷായി വല്ലതും തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെയും പ്രത്യേകമായി അൽഹംദുലില്ലാ പറയണം. ഇന്നല്ലാഹ ലയർളാ മിനൽ അബ്ദി,
ഒരു അടിമയിൽ നിന്ന് അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും അയാൾ തിന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് അൽഹംദുലില്ലാ എന്ന് പറയൽ. എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ, ഒരു വെള്ളമാകട്ടെ ചായയാകട്ടെ ജ്യൂസ് എന്താണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ അള്ളാഹ്ക്ക് ഏറെ തൃപ്തിയുള്ള കാര്യമാണ് എന്ന്. അതേപോലെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ മൻ അക്കല ത്വആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ ത്വആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എന്റെ പ്രത്യേകമായ ശക്തിയോ ഇടപെടലുകളോ ഇല്ലാതെ എനിക്ക് ഉടുക്കുവാനും വസ്ത്രവും തിന്നാൻ ഭക്ഷണവും നൽകിയ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. നമ്മൾ അധ്വാനിക്കുന്നുണ്ട് എങ്കിലും നമ്മളത് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി എടുത്തു വെച്ച നമ്മുടെ മുന്നിലെത്തിയ ഭക്ഷണം, അതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനവും നമ്മൾ കാണുകയോ അറിയുകയോ പോലും ചെയ്യാത്ത എത്രയോ ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വിഭവസമൃദ്ധമായ രീതിയിൽ പല രൂപത്തിൽ അത് എത്തിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലാതെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയതാണെന്ന് തിരിച്ചറിഞ്ഞ് റബ്ബിനെ സ്തുതിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ അബദ്ധങ്ങൾ, നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളില്ലേ, അള്ളാഹു അതൊക്കെ നമുക്ക് പുറത്തു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ റബ്ബിനെ പ്രശംസിച്ചാൽ അതിനുകൂടി അള്ളാഹു പ്രതിഫലം നൽകുകയും നമ്മുടെ വീഴ്ചകൾ പൊറുക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന റബ്ബ് എത്രമാത്രം കാരുണ്യവാനാണ്. അപ്പോ വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, അപ്പൊ ഇവിടെ തിന്നുന്ന കാര്യമല്ലേ പറഞ്ഞത്, വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഖുർആനിന്റെ പ്രയോഗം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ത്വാലൂത്തിന്റെ സൈന്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 249 ആയത്തിൽ പറയുന്നുണ്ട് അവരെ ഒരു നദി മുഖേന പരീക്ഷിക്കുന്നതിനെ പറ്റി. അപ്പൊ അള്ളാഹു പറഞ്ഞത് ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആ സമുദ്രത്തിൽ നിന്ന്, ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. എന്നിട്ട് പറഞ്ഞു വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നി. അവിടെ ത്വഇമ യത്അമു എന്നുള്ള അറബി പദമാണ് അള്ളാഹു പ്രയോഗിച്ചത്. അപ്പൊ വെള്ളം കുടിക്കുന്നതിനെയും ആ വാക്ക് പ്രയോഗിക്കാം. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം കുടിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അൽഹംദുലില്ലാ പറയുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നർത്ഥം. എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും ആ രീതിയിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കണം. വമൻ ലബിസ സൗബൻ, അതേപോലെ ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ, വസ്ത്രം ധരിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ ഇന്നും വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, അവർക്ക് അഭയാർത്ഥികളായി അവർ മാസങ്ങളോളം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവർ പോവുകയാണ്. എങ്ങടേക്ക്? കടലിലൂടെ പോവുകയാണ്. പക്ഷെ അവർ സഞ്ചരിച്ച അവരുടെ ആ വാഹനം അല്ലെങ്കിൽ ബോട്ട് മുങ്ങി തകർന്ന് 100 കണക്കിന് 100-500 ആളുകൾ, അള്ളാഹു അവരെ എല്ലാവരെയും ഷഹീദുകളുടെ, ശുഹദാക്കളുടെ പദവി നൽകി ആദരിക്കുമാറാകട്ടെ. സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഉണ്ണാനും ഉടുക്കുവാനും ഇല്ലാത്ത എത്രയോ ആളുകൾ ഈ ആധുനിക കാലഘട്ടത്തിലും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ഓരോ മണിക്കൂറിലും മാറ്റുവാൻ പാകത്തിന് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഫ്രിഡ്ജുകളിലും അടുക്കളകളിലും ഭക്ഷണം ലഭ്യമാണെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ, അത് ഉടുക്കുമ്പോൾ റബ്ബിനെ ഓർക്കണം. ഫഖാൽ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി, എന്നെ ഇത് ധരിപ്പിച്ച റബ്ബ്, എനിക്ക് നൽകിയ അള്ളാഹു, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എന്റെ പ്രത്യേകമായ കഴിവും സ്വാധീനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടല്ല, എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആരെങ്കിലും റബ്ബിനെ പ്രശംസിച്ചാൽ, പ്രകീർത്തിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ചെറുദോഷങ്ങൾ അള്ളാഹു അത് നിമിത്തം പുറത്തു കൊടുക്കുമെന്ന്. അതേപോലെ നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് മനസ്സിൽ പറഞ്ഞാൽ പോരാ. ചില ആളുകൾ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് നമ്മൾ അൽഹംദുലില്ലാ എന്നൊരു അഭിമാനത്തോടുകൂടി സഹോദരങ്ങളായ വിശ്വാസികൾ കേൾക്കുമാർ അത് പറയണം. എങ്കിൽ അയാൾ എന്ത് പറയും? യർഹമുക്കല്ലാ എന്ന് നമുക്ക് വേണ്ടി, റഹ്മത്തിന് വേണ്ടി പടച്ചറബിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹ് ബാലക്കും എന്ന് തിരിച്ചും അയാൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ തുമ്മിയപ്പോൾ തിരിച്ച്
യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു, മറ്റേ ആള് തുമ്മിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന പരാതി അദ്ദേഹം പറയുമ്പോൾ അബൂബുർദ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ, ഇദ്ദേഹം എന്റെ അടുക്കൽ നിന്ന് തുമ്മിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അയാൾ ആ ഉത്തരവാദിത്തം നിർവഹിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ഒരു ബാധ്യതയുണ്ട്, അദ്ദേഹത്തിന് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അതിന്റെ എല്ലാം പിന്നിലുള്ള ശാസ്ത്രവും അത്ഭുതങ്ങളും വിശദീകരിക്കുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ അഴുക്കുകളും ആന്തരികമായ അവയവങ്ങളിൽ നിന്ന് അതിലെ വേസ്റ്റുകൾ തുമ്മുമ്പോൾ പുറത്തേക്ക് വന്ന് നമ്മളൊന്ന് റിഫ്രഷ് ആവുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഹാർട്ടും അതേപോലെ തന്നെ ആന്തരികമായ പല അവയവങ്ങളും ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് നിശ്ചലമായി പോകുന്നു എന്നാണ്. ആ നില തുടർന്നാൽ കഴിഞ്ഞു നമ്മുടെ കഥ. വീണ്ടും നമ്മൾ അള്ളാഹു ഒന്ന് ഓൺ ചെയ്ത് തരുമ്പോൾ ആ ആശ്വാസവും സൗകര്യങ്ങളും നൽകിയ റബ്ബിനെ ഓർത്ത് അൽഹംദുലില്ലാ പറയാൻ എന്താണ് മടി? ഞാനൊരു മുസ്ലിമാണ് എന്ന് ആളുകൾ അറിയും എന്നതൊരു തോന്നലോ? അങ്ങനെയുള്ളവർക്ക് ഇസ്ലാമിൽ എന്ത് പ്രസക്തിയും എന്ത് സ്ഥാനവുമാണുള്ളത്? നേരെ മറിച്ച് ഞാൻ മുസ്ലിമാണ് എന്നതിൽ അഭിമാനത്തോടുകൂടി എനിക്ക് ഈ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നൽകിയ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന ആ ബോധത്തോടുകൂടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് വലിയ സ്ഥാനമുണ്ട്. അത് കേൾക്കുന്നവർ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. എന്ത് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയാലും അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിശാലമായി പരന്നൊഴുകുകയാണ്. പക്ഷെ അത് കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നൽകിയ ഹിദായത്ത് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് പള്ളിയിൽ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ വലിയ തൗഫീഖാണ്. വേറെ എത്രയോ ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ സമയത്തും തോന്നിവാസങ്ങളിൽ വിഹരിക്കുമ്പോൾ എന്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയ സൗഭാഗ്യം, നല്ലത് കേൾക്കാൻ, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടി പടച്ച റബ്ബിനെ ഓർക്കാനും പ്രകീർത്തിക്കുവാനും ഒക്കെയുള്ള ഇങ്ങനെ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും വഴിയറിയാതെ ആളുകൾ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ എന്റെ റബ്ബ് എന്താണ് പഠിപ്പിച്ചത് എന്ന് അറിയില്ലെങ്കിൽ ചോദിച്ചറിയാനുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ട് എനിക്ക് ആ ഹിദായത്ത് നൽകിയ റബ്ബിനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. സന്തോഷകരമായത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റആ മാ യുഹിബ്ബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ എന്തു പറയും? അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നന്മകൾ സൽക്കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്, പൂർണ്ണമാകുന്നത് എന്ന് പറഞ്ഞ് അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് റബ്ബിനെ സ്തുതിക്കും. ഇനി സങ്കടകരമായ ഇഷ്ടകരമല്ലാത്ത വല്ലതും ഉണ്ടായാലോ? വഇദാ റആ മാ യക്റഹു ഖാല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പോഴും അൽഹംദുലില്ലാ പറയും. സദാസമയത്തും എന്റെ റബ്ബിന് സർവ്വസ്തുതിയും എന്ന് പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു ഭവനത്തെ സംബന്ധിച്ച്. ഒരു വിശ്വാസിയായ അടിമ ഇദാ മാത വലദുൽ അബ്ദി, അയാളുടെ കുട്ടി മരണപ്പെട്ടപ്പോൾ ഖാല അല്ലാഹു ലിമലായികതിഹി, റൂഹ് പിടിച്ചു കൊണ്ടുവന്ന മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മലക്കുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, ഖബൽതും വലദ അബ്ദി, എന്റെ ഇന്നാലിന്ന അടിമയുടെ സന്താനത്തെ നിങ്ങൾ മരിപ്പിച്ച് റൂഹ് പിടിച്ചു കൊണ്ടുവന്നല്ലേ? ഫയഖൂലൂന നഅം, അപ്പോൾ അവർ പറയും, മലക്കുകൾ പറയും അതെ. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു ചോദിക്കുകയാണ്, ഖബൽതും സമറത ഫുആദി, അയാളുടെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നുവല്ലേ? കാരണം അത്രക്ക് അയാളുമായി അറ്റാച്ച് ആയിട്ടുള്ള അയാളുടെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആ സന്താനത്തെ മരിച്ച് ആ കുട്ടിയെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളോട് ചോദിക്കുകയാണ്, ഫയഖൂലൂന നഅം, അതെ അല്ലാഹുവേ, അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ ഹൃദയത്തെയാണ് ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, ആ സന്ദർഭത്തിൽ എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ എല്ലാവരും പറയും, ഹമിദക വസ്തർജഅ, അല്ലാഹുവേ നിന്നെ സ്തുതിച്ചു നിന്റെ ആ അടിമ. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞു. അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കണം അതിന്റെ ഒരു തലം എത്രയെന്ന് ചോദിച്ചാൽ, പടച്ച റബ്ബാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ആ റബ്ബ് എന്നോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ അടിമ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു സന്താനം മരിച്ചു പോകുന്ന ഘട്ടം, ആ സന്ദർഭത്തിൽ ആരെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ട നമ്മൾ എന്ത് പറയും? അയാൾക്കെന്തോ വട്ടുണ്ട്, അയാൾക്കെന്തോ സമനില തെറ്റിയിട്ടുണ്ട് എന്നായിരിക്കും പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു ആ വാക്ക് കേട്ടിട്ട് മലക്കുകൾ പറയുമ്പോൾ മലക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്
ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, ഞങ്ങളൊക്കെ അവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ മരിച്ചു കിടക്കുമ്പോൾ അൽഹംദുലില്ലാ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആ അടിമക്ക് വേണ്ടി അള്ളാഹു പറയും മലക്കുകളോട്, ഇബ്നൂ ലഹു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ഈ അടിമക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു ഭവനം പണി കഴിപ്പിക്കുക. വസമ്മൂഹു ബൈത്തൽ ഹംദ്, സ്തുതിയുടെ ഭവനം, അൽഹംദുലില്ലാ പറഞ്ഞ ആൾക്കുള്ള വീട് എന്ന് നിങ്ങൾ അതിന്റെ പേരും കൊടുക്കുക എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഒരു വീട് അയാൾക്കുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇങ്ങനെ അൽഹംദുലില്ലയുടെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ എല്ലാ സന്ദർഭത്തിലും പടച്ചറബിനെ പ്രകീർത്തിക്കുന്ന ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ സ്തുതിക്കാൻ നൂറുകണക്കിന് കാരണങ്ങളും ന്യായങ്ങളും ഉണ്ട്. ഇനിയും ഹദീസിന്റെ കിതാബുകളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ, നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ യാത്രക്കോ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടാൽ ചിലപ്പോൾ ബുദ്ധിപരമായ മാന്ദ്യവും വൈകല്യവുമുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. കൈകാലുകൾക്ക് വൈകല്യങ്ങളുള്ള ആളുകളെ കാണാറുണ്ട്. എത്രയോ നമ്മൾ കാണും. നമ്മൾ സുഖമായി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നടന്നു പോലും പോകാൻ കഴിയാത്ത ആളുകൾ, നമ്മൾ സുഖമായി കാല് കഴുകി ഒന്നുവെടുത്ത് പള്ളിയിൽ വന്ന് സഫ് കെട്ടി നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ ഞൊണ്ടി വേച്ചു വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അതേപോലെ ഏത് നിലയിലും പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കണ്ടാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഹിദായത്തിന്റെ കാര്യം, നമ്മൾ പടച്ചറബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹ് അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്ത് പടച്ചറബല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകളെ കാണുമ്പോൾ അത് ഏറ്റവും വലിയ പരീക്ഷണമല്ലേ, ഏറ്റവും വലിയ പ്രയാസമല്ലേ? ഇങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെടുകയോ പരീക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി. അള്ളാഹു താങ്കളെ ഈ പരീക്ഷയിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകിയ, സൗഖ്യം നൽകിയ അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചാൽ, വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല, അള്ളാഹു സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളുടെ കൂട്ടത്തിൽ പലതുകൊണ്ടും എനിക്ക് ശ്രേഷ്ഠതയും ഔദാര്യവും നൽകി എന്നെ ആദരിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ് റബ്ബിനെ പ്രകീർത്തിച്ചാൽ, ഇല്ലാ ഊഫിയ മിൻ ദാലിക്കൽ ബലാ, അതുപോലെയുള്ളൊരു ബലാ, ഒരു പ്രയാസം വരാതെ അള്ളാഹു കാക്കുമെന്നാണ്. ഒരു വൈകല്യമോ പ്രയാസമോ രോഗമോ ബുദ്ധിമുട്ടോ എന്തുമാകട്ടെ, അയാളുടെ പ്രയാസം കണ്ടിട്ട് നമ്മൾ സ്തുതിക്കണം അള്ളാഹുവിനെ. അയാൾ പ്രയാസപ്പെടുന്നതിലല്ല സ്തുതി. ആ പ്രയാസം എനിക്കില്ലാത്തതിന്റെ പേരിൽ, എനിക്ക് തരാത്തതിന്റെ പേരിൽ റബ്ബിനെ സ്തുതിച്ചാൽ ആ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരാതെ അള്ളാഹു കാക്കുമെന്നാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, തുമ്മിയാൽ അടുത്തുള്ളവർ കേൾക്കെ അൽഹംദുലില്ലാ എന്ന് പറയണം. ഇദാ അത്തസ അഹദുകും ഫഹമിദല്ലാഹ ഫശമ്മിതു, അപ്പോഴാണ് നമ്മൾ യർഹമുക്കല്ലാ എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നിസ്കാരത്തിലേക്ക് കടന്നാൽ നിസ്കാരത്തിന് ഇത്രമാത്രം പ്രാധാന്യവും മഹത്വവും ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹംദ് നിറഞ്ഞൊഴുകുകയാണ് അതിൽ ഓരോ സന്ദർഭത്തിലും. ഫാത്തിഹ സൂറത്തുൽ ഹംദ് എന്നുള്ള പേര് കൂടിയുണ്ട് ആ സൂറത്തുൽ ഫാത്തിഹക്ക്. അത് നിർബന്ധമാണ് ഓരോ റക്അത്തിലും. അതേപോലെ റുക്കൂഇൽ നമ്മൾ, സുജൂദിൽ നമ്മളൊക്കെ ചെല്ലുന്ന സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയുമാണ്. അതേപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ, വീണ്ടും അല്ലാഹുവേ നിന്നെ സ്തുതിച്ചവർക്ക് നീ കേട്ട് ഉത്തരം ചെയ്യണമേ എന്ന് പടച്ചറബിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. റബ്ബനാ വലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്, ധാരാളക്കണക്കിന് സ്തുതികൾ അല്ലാഹുവേ നിനക്ക്, വിശിഷ്ടമായ അനുഗ്രഹീതമായ സർവസ്തുതികളും അല്ലാഹുവേ നിനക്കാകുന്നു. മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്, ആകാശങ്ങൾ നിറയെ ഭൂമി നിറയെ നീ എന്തെല്ലാം ഉദ്ദേശിക്കുന്നു അവയെല്ലാം നിറയെ നിന്നെ സ്തുതിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിസ്കാരം നമ്മൾ
നിസ്കാരത്തിലൂടെ ഓരോ ഘട്ടങ്ങളിലും അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ച് നിസ്കാരം കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ധാരാളമായി റബ്ബിനെ സ്തുതിച്ച ആളുകളുടെ ആ അക്കൗണ്ടിൽ നമ്മളും പെടും. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്ക് കീഴിൽ നമുക്ക് സമ്മേളിക്കാൻ സാധിക്കും. ഇനി എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്ന് ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ എത്രയോ ഹദീസുകൾ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഇദാ അവா ഇലാ ഫിറാശിഹി അൽഹംദുലില്ലാഹില്ലദീ കഫാനി വആവാനി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അള്ളാഹു എനിക്ക് കിടന്നുറങ്ങാൻ ഒരു സ്ഥലം നൽകി, സൗകര്യം നൽകി, എനിക്ക് തിന്നാൻ ഭക്ഷണം നൽകി, എനിക്ക് നിർഭയത്വം നൽകുന്ന ഒരു സാഹചര്യം നൽകി. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി അൽഹംദുലില്ലാഹില്ലദീ മന്ന അലയ്യ വഅഫ്വൽ. ഇത് ഓരോന്നും ഓർത്തുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചാൽ, എന്നെ തീറ്റിയ, എന്നെ കുടിപ്പിച്ച, എനിക്ക് നിർഭയത്വം നൽകിയ, എനിക്ക് ഔദാര്യങ്ങൾ നൽകിയ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഇസ്സതിക അൻ തുനജ്ജിയനി മിനന്നാർ. പടച്ച റബ്ബേ, നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തിക്കൊണ്ട്, പ്രതാപത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കേണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഫഖദ് ഹമിദല്ലാഹ ബിജമീഇ മഹാമിദൽ ഖൽഖി കുല്ലി. എല്ലാവരും പടച്ച റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും സ്തുതിക്കുന്ന എല്ലാ സ്തുതികൾക്കും പ്രാപ്തമായ, പര്യാപ്തമായ ഒരു വർത്തമാനമാണ് അയാൾ പറഞ്ഞത് എന്നർത്ഥം. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനെ സ്തുതിക്കുവാൻ നമുക്ക് ആ മനസ്സ് ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്, തൗഫീഖാണ്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒരിക്കലും അതിന്റെ ഒന്നും ഒരു ഗുണം അള്ളാഹ്ക്കല്ല, അള്ളാഹ്ക്ക് കിട്ടുന്നില്ല, ആവശ്യമില്ല. നമുക്ക് തന്നെയാണ് അതിന്റെ എല്ലാ നന്മകളും കിട്ടുന്നത്. കാരണം അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്, ആവശ്യമുള്ള ആളുകളാണ്. അള്ളാഹു ആകട്ടെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. അവൻ ഗനിയാണ്, ഹമീദാണ്. ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിനെ സ്തുതിക്കാൻ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മനസ്സ് വെക്കുക. അള്ളാഹു നമുക്കതിനുള്ള സന്മനസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്ന ഹമ്മാദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ ഗുണങ്ങളും പരലോകത്തും സ്വർഗത്തിലും അനുഭവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി പടച്ച റബ്ബ് നമ്മെ ആദരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.